നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചോക്ലേറ്റ് ബ്രൗണിയാണ്. അടിപൊളി ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഒരരിപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമുക്ക്. അരിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് മോഡിൻ്റെ ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ചോക്ലേറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു 50 ഗ്രാം ബട്ടറും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടി വരും. എന്നാലാണ് ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടുള്ളൂ. ബട്ടറും ചോക്ലേറ്റും കൂടി ചൂടായതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 4 മുട്ടയാണ്. അതും പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1 കപ്പ് പഞ്ചസാരയും, പൊടിക്കാത്ത പഞ്ചസാരയാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിലുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ബീറ്റ് ചെയ്യലല്ല, നമുക്ക് വേണ്ടത് വിസ്കും കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കലാണ് വേണ്ടത്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മൾ ആദ്യം
അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പ് ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക്. ഇതെല്ലാം സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ചോക്ലേറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് വിതറി ഇട്ട് കൊടുക്കണം. ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25 മിനിറ്റ് സമയം എനിക്ക് എടുത്തോളൂ ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് എടുത്തു വയ്ക്കാം. ഒന്ന് ആറിയതിന് ശേഷം ചെറുതായിട്ട് ആറിയാൽ മതി, ഒരുപാട് തണുക്കണമെന്നില്ല. ബ്രൗണി അങ്ങനെ കഴിക്കാനാണ് രസം. അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ എന്നെ എഴുതി അറിയിക്കുക. ഇതിനു മുമ്പ് ഞാനൊരു ബ്രൗണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഷോർട്സിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ബ്രൗണിയാണ്.